കേരളത്തിലെ ക്രൈസ്തവരുടെ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ഏകീകൃത നിയമ സംവിധാനത്തിന് ശുപാർശ, അതിന്റെ കരട് ബില്ല് ഈ സമീപനാളിലാണ് സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ കമ്മിറ്റി പുറത്തുവിട്ടത്. എന്നാൽ ഈ ഒരു കരട് ബില്ല് അവരുടെ വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടത് മുതൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ വലിയ ആശങ്കകൾ ഈ വിഷയത്തിൽ അറിയിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ വളരെ സുഗമമായി പോയിക്കൊണ്ടിരിക്കുന്ന നിലവിലുള്ള വിവാഹ രജിസ്ട്രേഷൻ പ്രോസസ്സിനിടയിൽ ഇത്തരത്തിലുള്ള ഒരു നിയമത്തിന്റെ ആവശ്യം എന്തായിരുന്നു? അത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങളുടെ പല അവകാശങ്ങളുടെയും, പ്രത്യേകിച്ച് അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ ആണെന്നുവരെയുള്ള ചർച്ചകൾ സമീപനാളുകളിൽ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലുമൊക്കെ ഉയർന്നു വരുന്നുമുണ്ട്. ഈ വിഷയമാണ് ഇന്ന് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു പൗരസ്ത്യ വിദ്യാപീഠത്തിൽ കാനൻ ലോയിൽ അധ്യാപകനായ അഡ്വക്കേറ്റ് ഡോക്ടർ ജോർജ് തെക്കേക്കര, കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതയുടെ പ്രസിഡന്റായ ഡോക്ടർ ചക്കോ കളാമറമ്പിൽ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഡോക്ടർ ജോർജ് തെക്കേക്കര, അങ്ങ് ഈ ദിവസങ്ങളിൽ ദീപിക പത്രത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഞാൻ 3 ദിവസമായി വളരെ ഗഹനമായി അങ്ങ് പഠിച്ചെഴുതിയ ഒരു ലേഖനമാണ്. അങ്ങൊരു അഡ്വക്കേറ്റ് കൂടി ആയതുകൊണ്ടായിരിക്കാം വളരെ വ്യക്തമായി ഈ വിഷയങ്ങളെ അങ്ങ് പഠിച്ച് അപഗ്രഥിച്ചിട്ടുമുണ്ട്. ഞാൻ ആ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇങ്ങനെ ഒരു നിയമത്തിന്റെ ആവശ്യം ഒരു തരത്തിലും നമുക്ക് ആവശ്യമില്ലായിരുന്നു എന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ വയലേഷൻ കൂടിയാണ്. നമുക്ക് ഭരണഘടന അനുവദിച്ചിരിക്കുന്ന ചില അവകാശങ്ങൾക്കെതിരെ ഒരു ലംഘനം കൂടിയായി ഇത് മാറുന്നുണ്ട്. വളരെ ചുരുക്കത്തിൽ നിലവിലുള്ള സംവിധാനം എങ്ങനെയാണ്? ഈ പുതിയ കരട് ബില്ല്, അത് കരട് ബില്ലാണെന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതും. എന്നാൽ ഇതൊരു ഘട്ടത്തിൽ പ്രാവർത്തികമാക്കപ്പെട്ടാൽ എന്തൊക്കെയായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാവുക? ഫാദർ, ഈ കരട് ബില്ലിന്റെ ലക്ഷ്യമായിട്ട് ഇതിനൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് ഓബ്ജക്ട്സ് ആൻഡ് റീസൺസ് എപ്പോഴും പറയും. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഏക കാരണം, ഈ മാരേജ് രജിസ്ട്രേഷന് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് പ്രത്യേക നിയമമില്ല. പലപ്പോഴും ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി നൽകുന്ന സർട്ടിഫിക്കറ്റ് പല ഒഫീഷ്യൽ കാര്യങ്ങൾക്ക്, ഗവൺമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ആവശ്യമാണ്. വിദേശത്ത് പോകുന്നവർക്കും എല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് നിലവിൽ ഉള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് ഈ ബില്ലിൽ പറയുന്നതാണ് കേട്ടോ. 1872 ഇന്ത്യൻ ക്രിസ്ത്യൻ മാരേജ് ആക്ട് ഉണ്ട്. അത് പക്ഷേ കേരളത്തിൽ മലബാർ പ്രദേശത്ത് മാത്രമേ ബാധകമായിട്ടുള്ളൂ. പഴയ മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നത്. മറ്റൊന്ന് കൊച്ചിൻ ക്രിസ്ത്യൻ സിവിൽ മാരേജ് ആക്ട് ആണത്. അത് ഈ പഴയ കൊച്ചി രാജ്യത്ത് മാത്രം ബാധകമായിട്ടുള്ളതാണ്. മറ്റ് തിരുവിതാംകൂർ പ്രദേശത്ത് അങ്ങനെ പ്രത്യേകിച്ച് നിയമമില്ല. അപ്പൊ എല്ലാം കൂടി ഏകോപിപ്പിക്കാൻ വേണ്ടി എന്നാണ് പറയുന്നത്. പക്ഷെ പറയുന്നത് രജിസ്ട്രേഷന് നിയമമില്ല എന്നും, ഇപ്പൊ നിലവിൽ രജിസ്ട്രേഷൻ നടക്കുന്നത് 2008 രജിസ്ട്രേഷൻ റൂൾസ് അനുസരിച്ചാണെന്ന് ബില്ല് ഇതിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. 1872 ക്രിസ്ത്യൻ മാരേജ് ആക്ടും മലബാർ പ്രദേശത്ത് ഇപ്പോഴും ഉണ്ട്. അതൊരു സിവിൽ മാരേജ് മാത്രമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ അതിന് കുറച്ച് ദിവസം നോട്ടീസ് മതി എന്നുള്ളൊരു എളുപ്പമുള്ളത് കൊണ്ട് പലരും അങ്ങനെ സിവിൽ മാരേജ് നടത്തുന്നുണ്ട്. ഈ പഴയ കൊച്ചി രാജ്യത്ത് തൃശ്ശൂർ ഭാഗത്തൊക്കെ കൊച്ചിൻ ക്രിസ്ത്യൻ സിവിൽ മാരേജ് ആക്ട് ആണ്, അത് ആ പേരിൽ തന്നെയുണ്ട്. അതും 2008 രജിസ്ട്രേഷൻ റൂൾസും തമ്മിൽ എങ്ങനെ ബന്ധിപ്പിക്കുന്നു? ഈ രജിസ്ട്രേഷൻ റൂൾസ് ഉണ്ടാകാൻ കാരണം 2008 അതിനു മുമ്പ് ഉണ്ടായ ഒരു സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത വിവാഹങ്ങൾ ഉള്ളത് കൊണ്ട് ഒത്തിരി അതിക്രമങ്ങളൊക്കെ സ്ത്രീകൾക്കെതിരെ നടക്കുന്നു. അതുണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാ സ്റ്റേറ്റും രജിസ്ട്രേഷൻ നിയമങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ 2008 ഉണ്ടായ നിയമമാണത്. 2008 മുതൽ കൃത്യമായിട്ട് ഏത് രീതിയിൽ വിവാഹം നടന്നാലും, അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട വിവാഹമാണെങ്കിലും, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാം ഈ വിധത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഈ റൂൾസ് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അത് പോരാ, അത് കോമൺ റൂൾസ് ആണ്. അപ്പൊ അത് പോരാ എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിക്ക് നിയമമില്ല എന്ന് പറയാൻ എന്താണ് കാരണം? കാരണം ഇത് എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്. അത് റിലീജിയസ് മാരേജ് നടത്തിയാലും ഈ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം, ഇപ്പൊ തിരുവിതാംകൂർ പ്രദേശത്ത് സിവിൽ മാരേജ് നടക്കണമെങ്കിലൊക്കെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വേണം നടക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക്. അപ്പൊ അങ്ങനെ നടക്കുന്ന വിവാഹമാണെങ്കിലും ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യണം. അതാണ് നിയമം. അപ്പൊ അങ്ങനെ അതൊരു നിയമം ഉണ്ടായിരിക്കെ ഈ രജിസ്ട്രേഷൻ നിയമമില്ല എന്നും പറഞ്ഞ് ഒരു നിയമം ഉണ്ടാക്കുന്നു. പക്ഷേ അതിന് ഏകോപിപ്പിക്കണം എന്ന് പറയുന്ന ബില്ലുകളൊക്കെ സിവിൽ മാരേജിന്റെ നിയമങ്ങളൊക്കെയാണ്. ഇത് ഇവിടെ പൊരുത്തപ്പെടുന്നില്ല. അപ്പൊ രജിസ്ട്രേഷൻ അല്ല ഇവിടെ വിഷയം. ഇവിടെ വിഷയം സിവിൽ മാരേജ് മാത്രമായിട്ട് ഈ വിവാഹത്തെ ചുരുക്കുക എന്നുള്ളത്. അതായത് ഒരു കൗതാശികമായിട്ടുള്ള ഒരു
ഒരു ലെയർ, ആ ഒരു നൈതിക അല്ലെങ്കിൽ ആ ഒരു എക്സിസ്റ്റൻസ് തന്നെ ഇല്ലാണ്ടായി മാറിയിട്ട് ഇതൊരു ജസ്റ്റ് ഒരു സിവിൽ എന്ന നിലയിലേക്ക് മാറുമെന്നാണ് അങ്ങ് പറയുക. അതേക്കുറിച്ച് ഒരു കാര്യം കൂടെ. ഈ കൗദാശികം എന്ന് പറയുമ്പോൾ അത് ഒരുപക്ഷെ എല്ലാ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസിനും ബാധകമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തക്കുസ്ത സമൂഹത്തിനും ഈ ബാധകമായിട്ടുള്ള നിയമമാണ്. ഇത് അവർക്ക് വിവാഹം ഒരു കൂദാശിയാകണമെന്നില്ല. അതല്ലെങ്കിൽ ചില മറ്റ് സഭകള്, ഈ പ്രൊട്ടസ്റ്റന്റ് സഭകൾക്ക് വിവാഹം ഒരു കൂദാശിയാകണമെന്നില്ല. പക്ഷെ പൗരസ്ത്യ സഭകൾക്ക്, അത് യാക്കോബായ സഭയാകാം, ഓർത്തഡോക്സ് സഭയാകാം, കത്തോലിക്ക സഭയാകാം, ഇതെല്ലാം പൗരസ്ത്യ സഭകളാണ്. അവർക്കൊക്കെ വിവാഹം ഒരു കൂദാശയാണ്. ആ കൗദാശികത്വം ഇല്ലാതെയാക്കുന്ന ഒരു നിയമമാണിത്. അതിനേക്കാൾ ഉപരി ഞാൻ പറയും, ഈ റിലീജിയസ് ഓരോ ഡിനോമിനേഷൻസും അവരുടെ പ്രത്യേക നിയമങ്ങൾ അനുസരിച്ച് നടത്തുന്ന വിവാഹങ്ങൾ ഇല്ലാതെയാക്കുക. സെക്ഷൻ 3 പറയുന്നതാണ്, നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനി അതർ ലോ. വേറൊരു നിയമം ബാധകമല്ലാതെ ഈ സിവിൽ ആക്ട് പ്രകാരം മാത്രം വിവാഹം നടത്തുന്ന, എന്നാൽ എങ്ങനെ ഈ റിലീജിയസ് സെറിമണീസ് എല്ലാം നടത്തിക്കൊണ്ട് ആര് നടത്തണം? ഒരു ക്രിസ്തീയ പുരോഹിതൻ, അത് പന്തക്കുസ്ത പാസ്റ്റർ ആയാലും കത്തോലിക്ക പുരോഹിതനായാലും ആ ഡിനോമിനേഷൻ അപ്പോയിന്റ് ചെയ്യുന്ന അധികാരപ്പെട്ട വ്യക്തി ഈ സിവിൽ മാരേജ് നടത്തി കൊടുക്കണം. അതാണ് ഇതിന്റെ അപകടം. കൗദാശികത്വം ഉള്ള സഭകളെ സംബന്ധിച്ച് ഇതിന് കൗദാശികത്വം ഉണ്ടാവുകയില്ല. ആ സഭകളുടെ പ്രത്യേക നിയമങ്ങളൊന്നും പാലിക്കപ്പെടുകയുമില്ല. ശരി, ഞാൻ തിരിച്ചു വരാം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വ്യക്തത നമുക്ക് രണ്ടാം ഘട്ടത്തിൽ നമുക്ക് ഈ വിഷയത്തിൽ നേടിയെടുക്കാം ഞാൻ കരുതുന്നു. ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ, നമുക്ക് രാജ്യം മുഴുവൻ തന്നെ ഇങ്ങനെ ഒരു വൺ ഇന്ത്യ അല്ലെ, വൺ ഇന്ത്യ വൺ ടാക്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ എല്ലാ സമൂഹങ്ങളുടെയും പ്രത്യേകതകൾ മനസ്സിലാക്കാതെ എന്ന നിലയിൽ എല്ലാത്തിനെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു സംഭവം ഒറ്റ വായനയിൽ പക്ഷേ വളരെ പോസിറ്റീവായ പ്രോഗ്രസീവായ ഒരു സ്റ്റെപ്പാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ആ ഒരു വ്യതിരിക്തതകളെ അല്ലെങ്കിൽ വ്യത്യാസങ്ങളെ അതൊന്നും അംഗീകരിക്കാതെ ഒറ്റ ഫ്രെയിമിൽ കേരള ക്രൈസ്തവ സമൂഹങ്ങളുടെ മുഴുവൻ കൺസേൺസിനെയും അഡ്രസ് ചെയ്യുന്നു എന്ന വ്യാജേന ഒരു കരട് ബില്ല് നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഇത് അങ്ങേ ആശങ്കപ്പെടുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതിനെ വിദേശ യാത്രയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പുതിയ ബില്ല് സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന വിശുദ്ധ പാരമ്പര്യങ്ങളെയും കാനൻ നിയമത്തെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ക്രൈസ്തവ വിവാഹത്തിന്റെ അതിന്റെ പവിത്രതയെ നഷ്ടമാക്കിക്കൊണ്ട് അത് പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക്ക സമൂഹത്തിലെ വിവാഹം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അത് ഒരു ഉടമ്പടിയാണ്. അത് കേവലം ഒരു എഗ്രിമെന്റ് അല്ല, ഒരു ഉടമ്പടിയാണ്, ഒരു കവനന്റ് ആണ്. ആ കവനന്റിനെയും അതൊരു സാക്രമെന്റ് ആണ്, അതൊരു കൂദാശയാണ്. ആ കൂദാശയെയും ഇല്ലായ്മ ചെയ്യത്തക്ക വിധത്തിലൊരു ബില്ല് കൊണ്ടുവരിക എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തിന് വളരെ പ്രത്യേകമായിട്ട് എനിക്ക് തോന്നുന്നത് കത്തോലിക്ക സമൂഹത്തിന് വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ട് കാര്യമാണ്. അത് കൃത്യമായി പഠിക്കാതെയും അതുമായി ബന്ധപ്പെട്ട വ്യക്തികളോടോ സംവിധാനങ്ങളോടോ നിയമോപദേശകരോടോ അന്വേഷിക്കാതെയും വളരെ ധൃതി പിടിച്ച് ഇത്തരത്തിലുള്ള ബില്ല് കൊണ്ടുവരികയും അതിനെ വീണ്ടും ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്ക് നയിക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിലെ ദുരൂഹത എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ബഹുമാനപ്പെട്ട ഫാദർ സൂചിപ്പിച്ചതുപോലെ 2008 മാരേജ് രജിസ്ട്രേഷൻ ആക്ട് നിലനിൽക്കുന്നു. നമ്മൾ കലാകാലങ്ങളായി ചെയ്തു വന്ന വിവാഹ രീതിയിൽ രജിസ്ട്രേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ദേവാലയങ്ങളിൽ വെച്ച് നടത്തുന്ന കൂദാശാപരമായിട്ടുള്ള വിവാഹം എന്ന ഉടമ്പടിയെ രജിസ്റ്റർ ചെയ്യാൻ സംവിധാനമുണ്ട്. ആ സംവിധാനം ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക്, അല്ലെങ്കിൽ എല്ലാ സാധ്യതകളും നമുക്ക് ഇവിടെ നിലനിൽക്കെ വിദേശയാത്രയുടെ പേര് പറഞ്ഞിട്ട് പുതിയൊരു ബില്ല്, പുതിയൊരു നിയമം ഇതിനു വേണ്ടി സിവിൽ നിയമത്തിന്റെ മറവിൽ കാനൻ ലോയെയും ഈ പറയുന്ന വിവാഹത്തിന്റെ പവിത്രതയെയും അതിന്റെ ഉടമ്പടി സ്വഭാവത്തെയും അതിന്റെ കൂദാശപരമായിട്ടുള്ള ആ വിശുദ്ധിയെയും കളങ്കപ്പെടുത്തുന്ന വിധത്തിൽ കൊണ്ടുവരുന്നത് തികച്ചും ആശങ്കാജനകമാണ്. അത് കത്തോലിക്ക സമൂഹത്തിന് പ്രത്യേകിച്ചും കത്തോലിക്ക സമൂഹത്തിന് അത് വലിയ ഭയാശങ്കയ്ക്കും വലിയ ഉത്കണ്ഠയ്ക്കും കാരണമായിട്ടുള്ള കാര്യമാണ്. യാതൊരു സംശയമില്ല. അത് അടിയന്തരമായി അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇത്തരത്തിലുള്ള ഒരു വിഷയം, ഇത് ക്രൈസ്തവ സമൂഹങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം, അത് ഒരു കരട് ബില്ലിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ അധ്യക്ഷൻ അതിനെക്കുറിച്ച് ആ സഭയുടെ അധികാരികളോട് ചോദിക്കേണ്ടതല്ലേ? അങ്ങയുടെ പരിമിതമായ അറിവിൽ വെച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇത്തരത്തിലൊരു അന്വേഷണം സഭയുടെ അഭിപ്രായം ചോദിക്കുകയോ ക്രൈസ്തവ സമൂഹങ്ങളുടെ ഒരു അഭിപ്രായമൊക്കെ അന്വേഷിക്കുകയോ ചെയ്തിട്ടുണ്ടോ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആരെങ്കിലും? തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ വിരോധാഭാസം. നമ്മൾ സർക്കാർ തലത്തിൽ കൊണ്ടുവരുന്ന ഇത്തരം ബില്ലുകൾ അത് നിയമമാക്കാൻ ആക്റ്റായിട്ട് പോകുന്നതിന് മുമ്പ് വ്യക്തമായ പഠനങ്ങളില്ലാതെ ഏതൊക്കെയോ ചില ആളുകൾ ഫ്രെയിം ചെയ്യുന്ന ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് ഡാൻസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് സർക്കാർ സംവിധാനങ്ങള്
മാറിപ്പോകുന്നു എന്നുള്ളത് സമൂഹത്തിലെ നിയമനിർമ്മാണ സഭകളിലുള്ള സമൂഹത്തിന്റെ വിശ്വാസ്യത, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലെ വ്യക്തികളുടെയും സമുദായങ്ങളുടെയും വിശ്വാസ്യത അല്ലെങ്കിൽ കുറച്ചു കളയുകയാണ്. ഭരണാധികാരികളുടെ മേലുള്ള വിശ്വാസ്യത. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് പല ബില്ലുകളായി ഇതിനു മുമ്പ് വരുന്ന പല ബില്ലുകളും നമ്മൾ എടുത്തു നോക്കിക്കൊള്ളുക. ഞാനൊരു സിമ്പിൾ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. സ്വാശ്രയ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കേരളത്തിൽ ഒരു ബില്ല് വന്നു. ആ ബില്ല് വന്നപ്പോൾ ഈ 70% കുട്ടികളും കേരളത്തിൽ പഠിക്കുന്നത് സ്വാശ്രയ സ്ഥാപനങ്ങളിലാണ്. ലെസ് ദാൻ 30% ആണ് ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത്. ഈ 70% വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്വാശ്രയ സ്ഥാപനങ്ങളെ കുറിച്ച് ഉണ്ടാക്കിയ ബില്ല് സ്വാശ്രയ മാനേജ്മെന്റുകളുമായിട്ടോ പ്രിൻസിപ്പൽമാരുമായിട്ടോ ബന്ധപ്പെട്ടവരുമായിട്ടോ ചർച്ച ചെയ്യാൻ പോലും തയ്യാറല്ലാതെ, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ശരിയാവണ്ണം പഠിക്കാതെ, ആർക്കൊക്കെ വേണ്ടി ചില രാഷ്ട്രീയ ഗിമ്മിക്കിന് വേണ്ടിയിട്ട് ഒരു ബില്ലുണ്ടാക്കി അതിനെക്കുറിച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തതെല്ലാം സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ആ നിയമമൊക്കെ ഇപ്പം പാസ്സാക്കി എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതുപോലുള്ള ഒരു ഏകാധിപത്യ പ്രവണത ഇത് കോൺസ്റ്റിറ്റ്യൂഷനെ കൂടി വയലേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ. നമ്മുടെ ഭരണഘടന നൽകുന്ന ആനുകൂല്യങ്ങളെ പോലും വയലേറ്റ് ചെയ്തു എന്നുള്ള ഏകാധിപത്യ പ്രവണത നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് ഭൂഷണമല്ല. അത് തീർച്ചയായിട്ടും ജനാധിപത്യത്തിന് അലങ്കാരവുമല്ല, അത് തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. ശരി, ഞാൻ തിരിച്ചു വരാം. ഫാദർ ജോർജ് തെക്കേക്കര, അങ്ങയുടെ ഈ ആർട്ടിക്കിളിൽ ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു ഒരു പോയിന്റ് ഇതാണ്. അതായത് ഇതൊരു ഭരണഘടന നൽകുന്ന ഒരു സ്വാതന്ത്ര്യം, കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യം, അങ്ങനെ നോക്കിയാൽ ഇതൊരു നിയമമായിട്ടൊരു ആക്ടായി വന്നെങ്കിൽ കൂടി ഇത് വളരെ നിസ്സാരമായി കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടാൽ അതെനിക്ക് തോന്നുന്നു വളരെ നിസ്സാരമായി തന്നെ കോടതി ഇതിനെ റദ്ദാക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടാവും, അല്ലെ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നിയമജ്ഞരൊക്കെ ഇത്തരം വലിയ നിയമജ്ഞരൊക്കെയാണ് ഈ ബില്ലിന് പിറകിലുള്ളത്? അവരൊക്കെ ഇത് അറിയാതെ ആയിരിക്കുമോ, ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി അറിയാതെ ആയിരിക്കുമോ ഇതുമായിട്ട് മുന്നോട്ട് പോവുക? എനിക്ക് പലപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യം അതാണ്. അതും ഈ നമ്മുടെ റിഫോം കമ്മീഷന്റെ ചെയർമാനായിട്ട് KT തോമസ് പത്മഭൂഷൺ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് വലിയ ജഡ്ജ്മെന്റ്സ് എഴുതിയിട്ടുള്ള വ്യക്തിയാണ്, പ്രശസ്തമായിട്ടുള്ള. അദ്ദേഹത്തെ പോലെ ഒരാള് ഇങ്ങനെ ഒരു അബദ്ധം കാണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എന്റെ ഒരു വിചാരം ഇതാണ്, ഇതൊക്കെ മറ്റാരും ശ്രദ്ധിക്കാതെ അങ്ങ് നടപ്പിലാക്കാൻ പറ്റിയാൽ അതൊരു വിജയമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച്. അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച്. ഇത് ക്രിസ്തീയ സമൂഹങ്ങൾ ഇത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ, രണ്ടാഴ്ചയായി ഇത് ഇറങ്ങിയിട്ട് അങ്ങയുടെ ലേഖനത്തിലൂടെ ആയിരിക്കും ഒരു പക്ഷേ ഇത് കുറച്ച് ആളുകളെങ്കിലും ഇത് അറിഞ്ഞിട്ടുണ്ടാവുക. ബാക്കി എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം ഉണ്ടെന്ന് പോലും ഒരു ചോദ്യമാണ്. അതെ. ആരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇതിങ്ങ് നടപ്പിലാക്കാൻ പറ്റിയേക്കും. ഇനി അഥവാ ചില സജഷൻസ് ഒക്കെ തന്നാലും ഇവര് ഇതിനകത്ത് ഹിഡൻ ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ, ഞാൻ ഈ ആക്ട് ഓരോ പ്രാവശ്യം വായിക്കും തോറും അതിനകത്ത് ഹിഡൻ ആയിട്ടുള്ള പല കാര്യങ്ങളും എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അത് ഒറ്റ വായനയിൽ കിട്ടണമെന്നില്ല. അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. ഞാൻ പറഞ്ഞല്ലോ, 2009 മാരേജ് ബില്ല് വന്നപ്പോൾ ജസ്റ്റിസ് കൃഷ്ണയ്യ കുറച്ചുകൂടി ഡയറക്റ്റ് ആയിരുന്നു. അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞു, ഇതൊക്കെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതേസമയം ഈ ബില്ലുകളുടെ ഒക്കെ പ്രത്യേകത, ജസ്റ്റിസ് KT തോമസ് അധ്യക്ഷനായിട്ട് വരുന്ന ഈ കമ്മീഷൻ ഉണ്ടാക്കുന്ന എല്ലാ ബില്ലുകളുടെയും പ്രത്യേകത യഥാർത്ഥ കാരണം മറച്ചു വെച്ചിട്ട് മറ്റു പല കാരണങ്ങളുമാണ് ഇതിന്റെ കാരണമെന്ന് അവതരിപ്പിക്കാനുള്ള ശ്രമം കൂടിയുണ്ട്. അത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ശ്രമമാണ്. അപ്പൊ പലരും ഇത് ശരിയാണല്ലോ, അത് നല്ലതല്ലേ, അങ്ങനെ ചിന്തിക്കത്തക്ക രീതിയിൽ ഇത് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തോട്ടെ. ഞാൻ പറഞ്ഞത് ഇതൊരു രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചിട്ട് അതിന്റെ ഒരു വിരോധാഭാസം 2008 രജിസ്ട്രേഷൻ ആക്ട് അനുസരിച്ചാണ്, ബില്ല് റൂൾസ് അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. അത് പോരാം എന്ന് പറഞ്ഞ് ഇതിന്റെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനായിട്ട് സെക്ഷൻ 12 ക്രിസ്ത്യൻ മാരേജ് ടു ബി കമ്പൽസറി രജിസ്ട്രബിൾ എന്ന് പറഞ്ഞിട്ട് പറയുന്ന പ്രോസസ്സ് ഈ പറയുന്ന 2008 റൂൾസിൽ പറയുന്നത് തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തില് അവിടെ ഈ എന്തൊക്കെ 2008 രജിസ്ട്രേഷൻ റൂൾസിൽ പറയുന്ന അതേ രീതിയിൽ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, ഈ വിവാഹം നടന്നൊരു സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി കൊടുക്കുന്നു, അവിടെ നേരിട്ട് ചെന്ന് ഒപ്പിട്ട് കൊടുക്കുന്നു. ഒരു വ്യത്യാസമുള്ളത് 2008 റൂൾസിൽ സാക്ഷികൾ ചെന്ന് ഒപ്പിടണ്ടായിരുന്നു. ഈ ഇതനുസരിച്ച് സാക്ഷികളും കൂടെ അവിടെ ചെന്ന് ഒപ്പിടണം. അങ്ങനെ ഒരു വ്യത്യാസം കൂടിയുണ്ട്. നിയമമൊന്നും മാറുന്നില്ല, തെറ്റിദ്ധരിപ്പിക്കലാണ് ഇതിന്റെ ഒരു രീതി. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അതായത് ഈ നിയമത്തിന്റെ ഒരു പോസിറ്റീവ് വശമായിട്ട് ഞാൻ മാധ്യമങ്ങളിൽ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളുകൾക്ക് അവർക്ക് കുറച്ചും കൂടെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുടെ അല്ലെങ്കിൽ കുറച്ചുകൂടെ അവരുടെ കാര്യങ്ങൾക്കൊക്കെ സുഗമമാകാൻ വേണ്ടി ഇങ്ങനെ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ സാധിക്കുമെന്നാണ് ഒരു അഭിപ്രായമാണ് ഉയർന്നു കേൾക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഇതിനെ സർക്കാർ വൃത്തങ്ങൾ പോലും അതിനെ ബ്രാൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പേര് പറഞ്ഞാൽ വിദേശത്ത് പോകുന്നവർക്ക് അവർക്കൊക്കെ കുറച്ചുകൂടി സൗകര്യപ്പെടുമെന്നാണ് പറയുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ?
ഞാൻ രണ്ട് കാര്യം അതേക്കുറിച്ച് ചോദിക്കാം. ഒന്ന്, ഈ 2008 റൂൾസ് പ്രകാരം നടത്തുന്ന രജിസ്ട്രേഷൻ ഇതേ പർപ്പസ് തന്നെയാണ് അന്നും പറഞ്ഞിരുന്നത്. ശരി. ഇങ്ങനെ പോകാനായിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് വേണമെന്ന്. അത് നടക്കുന്നുണ്ട്. ശരി. മറ്റൊരു ചോദ്യം, ഈ ക്രിസ്ത്യാനി മാത്രമേ വിദേശത്ത് പോകുന്നുള്ളൂ, മുസ്ലിം പോകുന്നില്ലേ, ഹിന്ദു പോകുന്നില്ലേ? അപ്പൊ അവരെ സംബന്ധിച്ച് ഇത് അവരെ ഗവൺമെന്റിന് താല്പര്യം ഇല്ലേ? ക്രിസ്ത്യാനിയെ കുറിച്ച് മാത്രമേ ഗവൺമെന്റിന് താല്പര്യമുള്ളൂ? അതാണ് എന്റെ ഒരു ചോദ്യം. അതാ ആ ഉദ്ദേശശുദ്ധിയെ അതുകൊണ്ട് സംശയിക്കണം. അതായത് നിലവിൽ ഇതൊരു പ്രശ്നമല്ലെന്നാണ് അങ്ങ് പറയുന്നത്. അതായത് വിദേശത്ത് പോകുന്നത് 2008 റൂൾസ് പ്രകാരം രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്. 45 ദിവസത്തിനകം നടക്കണം, അല്ലെങ്കിൽ 5 വർഷത്തിനകം പിഴയോടുകൂടി രജിസ്റ്റർ ചെയ്യാം. അതിനെല്ലാ പ്രൊവിഷൻസും ഉണ്ട്. ഈ റൂൾസ് കൊണ്ട് കൂടുതലൊന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നത് സഭകളുടെ ആചാരപ്രകാരമുള്ള വിവാഹങ്ങൾ, നിയമപ്രകാരമുള്ള വിവാഹങ്ങൾ ഇല്ലാതെയാവുന്നു. അതേസമയം 1872 ആക്ടില്, ക്രിസ്ത്യൻ മാരേജ് ആക്ടില്, ഈ സഭാ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന വിവാഹത്തെ കൂടി സിവിൽ പരമായിട്ട് അംഗീകരിക്കുന്ന നിയമമായിരുന്നു. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. അത് മാറിയിട്ട് സഭാപരമായ വിവാഹങ്ങൾ ഇല്ലാതെയാക്കി സിവിൽ നിയമം മാത്രം നിലനിർത്തുന്ന, സഭാപരമായ ചടങ്ങുകളോട് കൂടി നമ്മളെ നടത്തുന്നതെന്ന് ഞാൻ പറയില്ല, നമ്മളെ കൊണ്ട് നടത്തിക്കുന്ന ഒരു നിയമമായിട്ടാണ് ഇവിടെ ഇത് വരുന്നത്. എന്നുവെച്ചാൽ സഭാപരമായ കാര്യങ്ങളിൽ ഇതുവഴി കംപ്ലീറ്റ് ഇന്റർവീൻ ചെയ്യുകയാണ് സ്റ്റേറ്റ്. ഇതിന് നിയമം ഉണ്ടാക്കും, ചട്ടം ഉണ്ടാക്കും, മാരേജ് ഓഫീസറെ അപ്പോയിന്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ക്വാളിഫിക്കേഷൻ എല്ലാം ഈ റൂൾസ് പ്രകാരം തീരുമാനിക്കും. അപ്പൊ ഇതിന്റെ സഭകൾക്ക് പ്രത്യേകിച്ച് ഒരു അധികാരമില്ല ഇതിനൊന്നും. ഗവൺമെന്റ് ആണ് എല്ലാം തന്നെ തീരുമാനിക്കുന്നത്. കംപ്ലീറ്റ് ഫ്രീഡം നഷ്ടപ്പെടുകയാണ്. അതാണല്ലോ വയലേഷൻ എന്ന് പറഞ്ഞത്, റിലീജിയസ് ഫ്രീഡത്തിന്റെ. തീർച്ചയായും. ഡോക്ടർ ചാക്കോ കലാപ്പറമ്പിൽ, ഈ ആക്ടിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആക്ട് അനുശാസിക്കുന്ന പ്രകാരം മതിയായ കാരണങ്ങളില്ലാതെ വിവാഹം നടത്തി കൊടുക്കാതിരിക്കുകയോ മറ്റ് കടമകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ വേഗമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, കടമ നിർവഹിക്കാതിരിക്കുകയോ ചെയ്താൽ 3 മാസം വരെ തടവ് ശിക്ഷയും 10,000 രൂപ വരെ പിഴയും ലഭിക്കുന്ന ഒരു കുറ്റമാണ് എന്ന നിലയിലാണ് ഇതിനകത്തെ ഒരു ക്ലോസ് എഴുതിയിരിക്കുന്നത്. സെക്ഷൻ 14A ആണ് 14(1) ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുമ്പോഴേക്കും ഇതിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ സംശയിക്കുന്നത് സ്വാഭാവികമല്ലേ? ഇതിനകത്താണ് ഞാൻ പറഞ്ഞത്, ഈ നിയമ നിർമ്മാണത്തിന്റെ ഉദ്ദേശം ഇവിടെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ 2008 മാരേജ് ആക്ട് അനുസരിച്ച് തന്നെയാണ് ഇവിടെയും മാരേജ് ആക്ട് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. അതിന് തടസ്സങ്ങളൊന്നുമില്ല. അപ്പൊ പിന്നെ അതവിടെ നിലനിൽക്കുന്നുണ്ട്. അതിലേക്ക് ഉൾച്ചേർത്ത് വെച്ചിരിക്കുന്നത് എന്താണ്? പുതിയതായിട്ട് ഈ ബില്ലില് ഉൾച്ചേർത്ത് വെച്ചിരിക്കുന്നത് സഭാ സംവിധാനങ്ങളുടെ കാനൻ ലോ അനുസരിച്ചുള്ള വിവാഹ പ്രോസസ്സിനെ തടയിടുക അല്ലെങ്കിൽ തടസ്സപ്പെടുത്തിക്കൊണ്ട് അതിനെ ലാഘവവൽക്കരിക്കുക, അങ്ങനെ സഭയുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെയും വിശ്വാസ പാരമ്യങ്ങളും അനുസരിച്ചുള്ള വിവാഹങ്ങൾക്ക് തടയിടുക എന്ന ലക്ഷ്യമാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജസ്റ്റിസ് KT തോമസ് ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു ബില്ലൊന്നുമല്ല ഇത്. നമുക്കറിയാം ചർച്ച് ബില്ലിന്റെ കേസ്. ചർച്ച് ബില്ല് ഇതുപോലെ തന്നെ ചർച്ചിനെതിരായിട്ട് കൊണ്ടുവന്ന ആളാണ് ജസ്റ്റിസ് KT തോമസ്. അത് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ നാമധാരി ആയതുകൊണ്ട് മാത്രം ഒരു ജസ്റ്റിസ് എല്ലാം തികഞ്ഞ ആളായിക്കൊള്ളണമെന്നില്ല. ക്രിസ്ത്യൻ നാമധാരികൾ എല്ലാവരും ക്രിസ്തു വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസികളാകണമെന്നുമില്ല, അവര് ക്രിസ്തു പാരമ്പര്യങ്ങളെ കുറിച്ച് അറിയുന്നവരാകണമെന്നില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജസ്റ്റിസിന്റെ മറവിൽ, ഏതെങ്കിലും ഒരു കുറച്ച് നിയമങ്ങളുടെ മറവിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചില ആളുകൾക്ക് മെച്ചപ്പെട്ട ചില സാഹചര്യങ്ങൾ ഉണ്ടാകും എന്ന വ്യാജേന ഒരു സമുദായത്തിന്റെ, ഒരു സമൂഹത്തിന്റെ, ഒരു മതവിഭാഗത്തിന്റെ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെയും അവരുടെ വിശ്വാസ പാരമ്പര്യങ്ങളെയും ഹനിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. കാരണം ഇവിടെ 2008 ശേഷം ഈ 2021 വരെ ഉണ്ടായിരുന്ന ഈ 2008 മാരേജ് ആക്ട് അനുസരിച്ച് മാരേജ് രജിസ്റ്റർ ചെയ്യാനും അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടാനും വിദേശത്ത് പോകാനും എത്ര പേർക്ക് തടസ്സങ്ങൾ ഉണ്ടായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് കാണിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ തടസ്സങ്ങൾ ഉണ്ടെന്ന് പറയും. പ്രത്യേകിച്ച് ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ ഡേറ്റയാണ് എല്ലാവർക്കും വേണ്ടത്, അല്ലെ? ക്രൈസ്തവ സമൂഹം കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ഡേറ്റ ചോദിക്കുന്ന ആളുകളാണ്. ഇതിൽ ഡേറ്റ അവർക്ക് ഉണ്ടോ എന്നൊരു ചോദ്യവും ഉണ്ട്, അല്ലെ? അതെ. അപ്പൊ അങ്ങനെ എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈ 2008 ബില്ല് അപര്യാപ്തമാണെന്ന് ഇവർ കണ്ടെത്തിയത്? അങ്ങനെയാണെങ്കിൽ ആ ബില്ലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആ ബില്ലിൽ മോഡിഫിക്കേഷൻ വരുത്തുന്നതിന് പകരം അതിന്റെ പിൻഭാഗങ്ങൾ, അതിന്റെ ആമുഖ ഭാഗങ്ങളിലേക്ക് പുതിയ ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തി ഈ സമൂഹത്തിന്റെ വിശ്വാസത്തെയും ഈ പാരമ്പര്യങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് കാനൻ ലോയെ തന്നെ തമസ്കരിക്കുന്ന വിധത്തിലേക്ക് പോകുന്നത് അപകടകരമായിട്ടുള്ള നിയമനിർമ്മാണത്തിന്റെ ഒരു മേഖലയാണ്. അത് ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമായിട്ട് തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ. ക്രൈസ്തവ വിശ്വാസത്തോടും പ്രത്യേകിച്ച് കത്തോലിക്ക സമുദായത്തോടുമുള്ള തീർച്ചയായിട്ടുമുള്ള ഒരു നിന്ദനമായിട്ട് ഈ ബില്ലിനെ കാണാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. തിരിച്ചു വരാം. ഫാദർ ഡോക്ടർ ജോർജ് തെക്കേക്കര, ഇവിടെ അങ്ങയുടെ ആ ലേഖനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ആക്ടിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, വിവാഹം നടത്തി കൊടുക്കുന്ന ഒരു ഓഫീസർ മാത്രമായി നമ്മുടെ വൈദികർ മാറുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം
ഉണ്ടാകാനുള്ള ഒരു ഈ ബില്ല് കാരണം വെച്ചാൽ അവരുടെ നിർബന്ധ പ്രകാരം വിവാഹം കഴിക്കുന്ന ആളുകളുടെ നിർബന്ധ പ്രകാരമൊക്കെ ഇത് ഏത് സാഹചര്യം നടത്തി കൊടുക്കാനൊക്കെയുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തും എന്നാണ് അങ്ങ് അതിനകത്ത് മനസ്സിലാക്കുക. എന്താണ് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്? അതായത് ഈ വിവാഹം ഈ ആക്ടില് ഒരു മാരേജ് ഓഫീസർ ഉണ്ട്. ഈ മാരേജ് ഓഫീസർ എന്ന് പറയുന്നത് അതാത് ഡിനോമിനേഷൻ അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ അത് ഓരോ സഭയിലും വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഈ ആക്ട് പ്രകാരം വിവാഹം നടത്താൻ വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്ന വ്യക്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകം അപ്പോയിന്റ് ചെയ്യപ്പെട്ടവർക്ക് മാത്രമേ വിവാഹം നടത്താവൂ. ഇല്ലായെങ്കിൽ ഈ സെക്ഷൻ 14 പറയുന്ന ശിക്ഷകൾ അവർക്കും ഉണ്ടാകും. അൺഓതറൈസ്ഡ് പേഴ്സൺ അവര് വിവാഹം നടത്തി കൊടുക്കുകയോ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുകയോ ചെയ്താൽ അവരെയും ശിക്ഷിക്കാം. അതും 3 വർഷമൊറ്റയാ, അതായത് 1 വർഷം അതിന്റെ പെനാൽറ്റി സെക്ഷൻ 14 പറയുന്നത്. മറ്റേ 3 മാസം ഇത് നടത്തി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കാതിരുന്നാൽ 3 മാസം എന്ന് പറയുന്നത് ഇത് അധികാരം ഇല്ലാത്ത ഒരാൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 1 വർഷം 1 വർഷം ശിക്ഷ കൊടുക്കാം, 10,000 രൂപ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ മാരേജ് ഓഫീസർ മാത്രമായിട്ട് മാറുന്നു എന്ന് പറയാൻ കാരണം ഈ സാധാരണ ഇപ്പൊ ഒരു കത്തോലിക്ക സഭയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു പാരിഷ് പ്രീസ്റ്റ് എന്ന രീതിയിൽ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നതോടുകൂടി അദ്ദേഹത്തിന് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. വിവാഹം നടത്താനുള്ള അധികാരം അതോടൊപ്പം കിട്ടുന്നതുമാണ്. അദ്ദേഹം വിവാഹം നടത്തേണ്ടത് കാനൻ നിയമം അനുസരിച്ചാണ്. അതിപ്പോ കത്തോലിക്ക സഭയിൽ സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ സഭകളെല്ലാം ഈ കാനൻ നിയമം അനുസരിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തിന് അതിനുള്ള അധികാരമുണ്ട്. അതേസമയം ഈ ആക്ടില് ഉള്ള മാരേജ് ഓഫീസർ എന്ന് പറയുന്നത് ഈ ആക്ട് പ്രകാരം വിവാഹം നടത്തേണ്ട ആളാണ്. അപ്പൊ അതിന് വിവാഹത്തിനുള്ള തടസ്സങ്ങൾ എന്ന് പറയുന്നത് സെക്ഷൻ 3 പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഇപ്പൊ മാനസിക രോഗം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഈ കൺസെന്റ് കൊടുക്കാനായിട്ട് കഴിവില്ലായ്മ, പിന്നെ ഈ പ്രൊഹിബിറ്റഡ് റിലേഷൻ, ഡിഗ്രീസ് ഓഫ് റിലേഷൻഷിപ്പ്, അങ്ങനെ പറയുന്ന 3-4 കാര്യങ്ങളെ അവിടെ ഉള്ളൂ. വേറൊരു ജീവിത പങ്കാളി സാധുവായിട്ട് വിവാഹം നടത്തിയത് ഉണ്ടായിരിക്കുക. ഇതൊക്കെ വെരിഫൈ ചെയ്യാനുള്ള മാർഗം ഈ വ്യക്തികൾ കൊടുക്കുന്ന ഡിക്ലറേഷൻ മാത്രമാണ്. സഭാ നിയമത്തില് കത്തോലിക്ക സഭയിൽ നമുക്ക് ഫ്രീ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയാം. പല കാര്യങ്ങളുണ്ട്. പിന്നെ മാരേജിന് കൊണ്ടുവരുന്ന ഈ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനെ പല വികാരിച്ചമാരും മറ്റു വികാരിച്ചമാരും കൊടുക്കുന്ന, അങ്ങനെ പല രീതിയിൽ ഇതൊക്കെ നമുക്ക് പരിശോധിക്കാൻ അവസരമൊക്കെ ഉണ്ട്. ഇത് ഇവർ കൊടുക്കുന്ന ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ. ഈ മാരേജ് ഓഫീസറുടെ ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് നോട്ടീസ് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വ്യക്തികൾ വിവാഹം നടത്തുന്നവര് നോട്ടീസ് കൊടുക്കുന്നു, ഡീറ്റെയിൽസ് ഒക്കെ എഴുതി, ഇന്ന ദിവസം ഞങ്ങൾക്ക് വിവാഹം നടത്തണം. എവിടെ നടത്തണം വെച്ചാൽ അറ്റ് ദെയർ കൺവീനിയൻസ്, അവർക്ക് സൗകര്യമുള്ള സ്ഥലത്ത്. അവിടെയും കാനൻ നിയമം ബാധകമല്ല, വികാരിച്ചിന്റെ ഇടവക അതിർത്തി എന്നില്ല. അപ്പൊ ഈ സ്ഥലത്ത് അധികാരമുള്ള, ഈ ഏരിയയിൽ അധികാരപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു മാരേജ് ഓഫീസർ ആയാൽ മതി. അത് അതേ ഡിനോമിനേഷനിൽ പെട്ട വ്യക്തിയാണെന്ന് പോലുമില്ല. 2 കത്തോലിക്കർക്ക് വിവാഹം നടത്താൻ കത്തോലിക്ക അച്ഛൻ വേണമെന്നപ്പോ അവിടെ നിർബന്ധമില്ല. അതേ സ്ഥലത്ത് ഒരു പന്തക്കോസ്ത പാസ്റ്റർ മാരേജ് ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പന്തക്കോസ്ത പാസ്റ്റർക്ക് നടത്തി കൊടുക്കാം. അങ്ങനെയെങ്കിൽ മിശ്ര വിവാഹമാണെങ്കിലോ? മിശ്ര വിവാഹമാണെങ്കിലും ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഈ മിശ്ര വിവാഹം എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റൊരു സമുദായത്തിലുള്ള ഒരാളെ കല്യാണം കഴിക്കുന്ന ഹിന്ദു ക്രിസ്ത്യൻ ആണോ? അതെ, ഹിന്ദു ക്രിസ്ത്യൻ വിവാഹത്തിനകത്ത് ഈ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളായിരിക്കുമല്ലോ ഈ പാസ്റ്റർ എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും നടത്തി കൊടുക്കാം. അത് ഈ മാരേജ് ഓഫീസർ ആയിരിക്കണം വിവാഹം നടത്തുന്നത്. അപ്പൊ അത് ഹിന്ദു ആചാരപ്രകാരം നടത്തുന്ന വിവാഹം ഇവിടെ ഇതിന്റെ പരിധിയിൽ വരുന്നില്ല. ക്രിസ്ത്യൻ ആചാരപ്രകാരം ഹിന്ദു ക്രിസ്ത്യൻ മാരേജ് നടത്തുന്നു ഇതിനകത്ത് വരും. കാരണം ഒരാളെങ്കിലും ക്രിസ്ത്യൻ ആയിരിക്കണമെന്ന് മാത്രമേ പറയുന്നു. അങ്ങനെയാണ് ഇതിന്റെ ക്ലോസ് അല്ലേ? ശരി, 2 പേരും അല്ലെങ്കിൽ ഒരാളെങ്കിലും ക്രിസ്ത്യൻ ആയിരുന്നു കഴിഞ്ഞാൽ ഈ ആചാരപ്രകാരം നടത്തും. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ നോട്ടീസ് പബ്ലിഷ് ചെയ്യുന്ന വ്യക്തി മാത്രമാണ് ഈ മാരേജ് ഓഫീസർ. നോട്ടീസ് പബ്ലിഷ് ചെയ്തിട്ട് 7 ദിവസം ആണ് സമയമുള്ളത് എന്തെങ്കിലും ഒബ്ജക്ഷൻസ് ആർക്കെങ്കിലും പറയാൻ. ഈ 7 ദിവസത്തിനകം വരുന്ന ഒബ്ജക്ഷൻസ് പരിശോധിക്കാനായിട്ട് 7 ദിവസം കൂടെ എടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ നീട്ടിയെടുക്കാം. ഒബ്ജക്ഷൻസ് വന്നില്ലെങ്കിൽ 7 ദിവസം കഴിയുമ്പോൾ വിവാഹം നടത്തി കൊടുക്കണം. ഇനി ഈ ഒബ്ജക്ഷൻസ് പരിശോധിച്ചിട്ട് ഈ ഒബ്ജക്ഷൻ സാധുവാണ്, ഇത് പ്രകാരം വിവാഹം നടത്താൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ ഇദ്ദേഹത്തിന് തീരുമാനിക്കാം. ഈ മാരേജ് ഓഫീസർക്ക് അദ്ദേഹത്തിന്റെ തീരുമാനം ബൈൻഡിങ് ആണെന്നും പറയുന്നു. പക്ഷേ എല്ലാ നിയമത്തെ അപ്രസക്തമാക്കിക്കൊണ്ട് അവിടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ദ പാർട്ടീസ് മേ ഡിസൈഡ് ടു സോളംനൈസ് മാരേജ് വിത്ത് അനദർ മാരേജ് ഓഫീസർ. വേറൊരു മാരേജ് ഓഫീസർ തയ്യാറാണെങ്കിൽ അവിടെ പോയി നടത്താം. എന്നുവെച്ചാൽ അവിടെ പിന്നെ ഈ പറയുന്ന നോട്ടീസ് ഇല്ല. കാരണം ആദ്യത്തെ മാരേജ് ഓഫീസർ ഈ പബ്ലിക്കേഷൻ നോട്ടീസ് വളരെ ബുദ്ധിപൂർവ്വം, വളരെ ബുദ്ധിപൂർവ്വം ചില തന്ത്രങ്ങൾ ഇവിടെ മെനയുകയാണ്. ഒരു വശത്ത് എല്ലാ വഴികളും തുറന്നിട്ടിട്ടുണ്ടെന്ന് പറയുന്നു, എന്നാൽ
അതിന്റെ അറ്റത്ത് വളരെ ബുദ്ധിപൂർവ്വം അല്ല ചില തന്ത്രങ്ങൾ അവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു ഇംപെഡിമെന്റും ഇല്ല, ഏത് മാരേജ് ഓഫീസറും ആകാം, അത് ആ ഏരിയയിലുള്ള ആളാകണമെന്നുമില്ല. ഇപ്പൊ പല ഈ പറയുന്ന മിശ്ര വിവാഹങ്ങൾ നടത്തുന്നതിന് പോലും വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ക്ലോസ് ആണത്. തീർച്ചയായും. ഇപ്പോൾ ഈ പ്രദേശത്ത് ഇവര് താമസിക്കുന്ന പ്രദേശത്ത് മാരേജ് ഓഫീസർ ഇംപെഡിമെന്റ് ഉണ്ടെന്ന് പറഞ്ഞു, തടസ്സം ഉണ്ടെന്ന് പറഞ്ഞു, ഉടനെ അവര് ചിലപ്പോൾ 100 കിലോമീറ്റർ അപ്പുറയായിരിക്കും അവിടെ ഒരു മാരേജ് ഓഫീസറുടെ അടുത്ത് പോയി. അപ്പൊ അദ്ദേഹത്തിന് ഈ ആദ്യത്തെ മാരേജ് ഓഫീസർ പബ്ലിക്കേഷനൊക്കെ നടത്തിയിട്ട് ആ നോട്ടീസും ഇവരുടെ ഡിക്ലറേഷനും മറ്റ് അനുബന്ധ രേഖകളും എല്ലാം ഒരു ലെറ്ററും കൂടി എഴുതി കൈമാറണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഒരു നിയമം പാലിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ മാരേജ് ഓഫീസർ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നടത്തി കൊടുക്കണം, അതാണ് നിയമം. ഒരു നിയമവും ഇല്ലാതെ ഏത് വിവാഹവും നടത്താനുള്ള ഒരു സാധ്യത കൂടി ഇവിടെ അവശേഷിപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായും വളരെ ഗൗരവമായ കാര്യമാണ് അങ്ങ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഡോക്ടർ ചാക്കോ കളാമ്പറമ്പിൽ, ഒരുപക്ഷെ ഫാദർ ജോർജ് ഡോക്ടർ ജോർജ് പറയുന്നതനുസരിച്ച് നമ്മുടെ മുമ്പിലുള്ള ഈ ഒരു കാര്യം വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. കാനൻ നിയമങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു സമൂഹത്തെ, ഒരു സംവിധാനത്തെയൊക്കെ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് ഇതൊരു മറ്റൊരു ജസ്റ്റ് അനദർ തിങ് എന്ന നിലയിൽ ഈ സംവിധാനങ്ങളെയൊക്കെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുന്ന ഒരു മുന്നേറ്റമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ട് വരിക. ഇതൊരു കരട് ബില്ലാണെങ്കിൽ പോലും ഇതിനെതിരെയുള്ള പ്രതിഷേധം ഉണ്ടാകേണ്ടതല്ലേ? അല്ലെങ്കിൽ ഇതിനെതിരെയുള്ള ബോധവൽക്കരണം ഉണ്ടാകേണ്ടതല്ലേ? അങ്ങ് ഈ സമൂഹങ്ങളുടെ എല്ലാം പ്രതിനിധീകരിക്കുന്ന വ്യക്തി കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ അത് കാര്യമായ രീതിയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഇത് സമുദായം നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി തന്നെയാണ്. അതായത് നമ്മുടെ സമുദായത്തിന്റെ പാരമ്പര്യങ്ങളെയും നമ്മുടെ സമുദായത്തിന്റെ വിവാഹ പവിത്രതയും ഒക്കെ ഇല്ലാതാക്കി വിവാഹത്തെ കേവലം ഒരു എഗ്രിമെന്റ് ആക്കി മാറ്റി അത് സിവിൽ നിയമങ്ങൾക്ക് മാത്രം ബാധകമാക്കി കാനൻ നിയമത്തെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഉള്ള ഈ ഒരു പരിശ്രമം എന്ന് പറയുന്നത് സമുദായ അംഗങ്ങളുടെ നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചു. അപ്പൊ ഇതിനെതിരെ ശക്തമായിട്ട് നമ്മൾ പ്രതിഷേധിക്കേണ്ട, ശക്തമായി നമ്മൾ പ്രവർത്തിക്കേണ്ട, ശക്തമായിട്ട് പ്രതികരിക്കേണ്ട സമയമാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പൊ ഇതൊരു കരട് ബില്ലല്ലേ, അത് നിയമമായില്ലോ എന്ന് പറയും. ഈ കരട് ബില്ലുകള് അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ക്രൈസ്തവ സമുദായത്തെ ബാധിക്കുന്ന ഈ കരട് ബില്ല് ആ സമുദായത്തിന്റെ നേതൃത്വങ്ങൾക്ക് അയച്ചു കൊടുത്ത്, അതിപ്പോ കത്തോലിക്ക കോൺഗ്രസിനുണ്ട്, അല്ലെങ്കിൽ സഭാ നേതൃത്വങ്ങളുണ്ട്, അവർക്ക് അയച്ചു കൊടുത്തുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തി അത് സുതാര്യമാക്കത്തക്ക വിധത്തിൽ അത് ചർച്ച നടത്തിക്കൊണ്ട് ആ ബന്ധപ്പെട്ട തെറ്റുകൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തുകൊണ്ട് ഇത് ആവശ്യമെങ്കിൽ മാത്രം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ സമൂഹം ഒന്നടങ്കം അതിനെതിരായി നിലകൊള്ളും, ശക്തമായി അതിനെതിരെ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഒന്ന് നമ്മൾ മനസ്സിലാക്കുക, കേരളത്തില് പൊതുവായി നമ്മൾ കാണുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അതായത് നമ്മുടെ ഒരു പ്ലൂറലിസ്റ്റിക് വ്യവസ്ഥയില് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളെ തമസ്കരിക്കാനോ അല്ലെങ്കിൽ നിഷ്ക്രിയമാക്കാനോ ഉള്ള പരിശ്രമങ്ങള് ബോധപൂർവമായി ചില നിരീശ്വര പ്രസ്ഥാനങ്ങളിലൂടെയും നിരീശ്വര വ്യക്തികളിലൂടെയും സമൂഹത്തിൽ നടമാടുന്നു എന്നുള്ളത് തിരിച്ചറിയണം. കാരണം അത് ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണാതെ പോകരുത്. വിവാഹങ്ങളെ തമസ്കരിക്കുക, ഇന്റർ റിലീജിയസ് മാരേജിനെ പ്രോത്സാഹിപ്പിക്കുക, കാനൻ ലോ അനുസരിച്ചുള്ള വിവാഹത്തിന്റെ പവിത്രതയെ നഷ്ടപ്പെടുത്തുക, അതുപോലെ തന്നെ നമ്മൾ പരമ്പരാഗതമായി അനുഷ്ഠിച്ചു വരുന്ന ഏകഭാര്യത്വം അല്ലെങ്കിൽ ഏകഭർത്തൃത്വം എന്ന് പറയുന്നതൊക്കെ കാറ്റിൽ പറത്തുക. ഈ തരത്തിൽ ഇതിനെ ലാഘവൽക്കരിച്ചുകൊണ്ട് തിന്മയെ നന്മയായും നന്മയെ തിന്മയായും ചിത്രീകരിക്കുന്ന ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനെതിരെ നിലകൊള്ളേണ്ടത് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടത് ക്രൈസ്തവമായ രീതിയിൽ, ക്രൈസ്തവമായ കാഴ്ചപ്പാടിൽ, ക്രൈസ്തവമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് പ്രതികരിക്കേണ്ടത് നമ്മുടെ സമുദായ അംഗങ്ങളുടെ, സഭാംഗങ്ങളുടെ, സഭാധനയുടെ, വിശ്വാസ സമൂഹത്തിന്റെ മുഴുവനും ഉത്തരവാദിത്വമാണ്. അത് നിർവഹിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. കാനൻ നിയമോ അല്ലെങ്കിൽ സഭാ നിയമോ മാത്രമല്ല ഇല്ലാതെയാകുന്നത്, സിവിൽ നിയമവും ഇല്ലാതെയാകുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സെക്ഷൻ 8 ക്ലോസ് 6 പ്രകാരം ഈ മറ്റൊരു മാരേജ് ഓഫീസറുടെ കയ്യിലേക്ക് കൈമാറുന്നത് അതിനും മറ്റൊരു നിയമവും അവിടെ ബാധകമാണെന്ന് പറയുന്നില്ല. പബ്ലിക്കേഷൻ നോട്ടീസ് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഈ സിവിൽ ആക്ടിൽ പ്രകാരമുള്ള തടസ്സങ്ങൾ, പ്രൊഹിബിഷൻസ് പോലും ആ സമയത്ത് പിന്നെ ബാധകമല്ലാതെയാകുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫൈനൽ ആയിട്ട് വരുമ്പോൾ എന്താണ്, സിവിൽ നിയമവും ഇല്ല, സഭാ നിയമവും ഇല്ല, കംപ്ലീറ്റ് ഹയോസ് ആണ് ഇവിടെ ഇതുവഴി സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് സഹായകമാകുന്ന ഒരു നിയമമാണിത്. ഇതിന്റെ ഉപജ്ഞാതാക്കൾക്ക് ആവശ്യവും അത് തന്നെയാണ്. ഇത്തരത്തിലുള്ള വിവാഹം എന്ന് പറയുന്നതിനെ ഒന്നും അല്ലാണ്ടാക്കിക്കൊണ്ട് ഈ പറയുന്ന 2 or 3 പേര് ഒന്നിച്ച് താമസിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ, സമൂഹത്തിൽ അന്തരീക്ഷം ഉണ്ടാക്കാൻ ഉള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമാണോ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്.
തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോക്ടർ ചാക്കോ കലാമറമ്പിൽ പറയുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകൾ തീർച്ചയായിട്ടും ഷക്കീന ബിഗ് ഡിബേറ്റിൽ ഉണ്ടാകും. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനൊക്കെ വലിയ പ്രത്യാശ നൽകുന്ന ഒരു ബില്ല് എന്ന നിലയിൽ വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഏകീകൃത ക്രൈസ്തവ വിവാഹ രജിസ്ട്രേഷൻ കരട് ബില്ല് സർക്കാർ ഇവിടെ പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷേ വളരെ കൗശലപൂർവ്വം, വളരെ ബുദ്ധിപൂർവ്വം ചില കുടില തന്ത്രങ്ങൾ ഈ ബില്ലിന്റെ പിറകിലുണ്ട് എന്ന് ഈ ചർച്ചയിലൂടെ ഈ കാണുന്ന പ്രേക്ഷകർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാകും. ഇത് കേവലം ഒരു കാനൻ നിയമത്തിന്റെ വെള്ളം ചേർക്കൽ മാത്രമല്ല, സിവിൽ നിയമങ്ങളുടെ ഒരു വെള്ളം ചേർക്കൽ കൂടിയാണ്. അത് ഭരണഘടന ക്രൈസ്തവ സമൂഹങ്ങൾക്ക് നൽകുന്ന ആ വിശ്വാസത്തിന്റെ, ആ ഉറപ്പിന്റെ ലംഘനം കൂടിയാണ്. എല്ലാ അർത്ഥത്തിലും നിയമലംഘനമായ ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം ഒരു വലിയ നിയമ പണ്ഡിതൻ തന്നെ തുടക്കം കുറിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ നീതി വ്യവസ്ഥയെക്കുറിച്ച് പോലും നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നതാണ് ഷക്കീന ബിഗ് ഡിബേറ്റിന് ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത, ഈ വിഷയങ്ങളെക്കുറിച്ച് വളരെ ശ്രദ്ധയോടെ പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അഡ്വക്കേറ്റ് റവറൻ ഡോക്ടർ ജോർജ് തെക്കേക്കര, അഡ്വക്കേറ്റ് ചാക്കോ കളാമ്പറമ്പിൽ, രണ്ടുപേർക്കും നന്ദി.